ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഫിസിക്സിൽ നിന്നുള്ളൊരു ടോപ്പിക്കാട്ടോ. പ്രവൃത്തി, പവർ, ഊർജം. വർക്ക്, പവർ, എനർജി. ഈ ഒരു 3 ടോപ്പിക്കാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ക്ലാസ് അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക്. എന്താണ് പ്രവൃത്തി? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി. നമുക്ക് ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ പറയാം. ഇപ്പോൾ ഒരു വസ്തു ഇതാണ്. ഇവിടെ നമ്മളൊരു ബലം അല്ലെങ്കിൽ ഫോഴ്സ് പ്രയോഗിക്കുന്നു. ആ വസ്തുവിന് എന്ത് സംഭവിച്ചു? സ്ഥാനാന്തരം സംഭവിച്ചു. വസ്തു ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഒരു വസ്തുവിൽ ബലം അല്ലെങ്കിൽ ഫോഴ്സ് പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഇസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. W ഇസ് ഇക്വൽ ടു F ഇൻറ്റു എസ്. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്ററും. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. പലതവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു പോയിൻ്റാണ് 1000 ഗ്രാം അല്ലെങ്കിൽ 1000 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ വേണ്ട പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് 1 ജൂളാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട വർക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ജൂളാണ്. അടുത്തിലേക്ക് പോവാം. നമ്മൾ ഊർജം അല്ലെങ്കിൽ എനർജിയാണ് പഠിക്കുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തിയുടെ അളവ് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജത്തിൻ്റെ അളവ്, യൂണിറ്റ്. അപ്പോൾ ഊർജത്തിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഇനി 2 തരത്തിലുള്ള ഊർജമുണ്ട്. ഗതികോർജവും സ്ഥിതികോർജവും. ഗതികോർജം എന്നാൽ കൈനറ്റിക് എനർജിയും സ്ഥിതികോർജം എന്നാൽ പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ നമുക്ക് ആദ്യം ഗതികോർജം പഠിക്കാം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. നമുക്കിവിടെ നോക്കാം. M മാസുള്ള ഒരു വസ്തു V പ്രവേഗത്തോടെ, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. K ഇസ് ഇക്വൽ ടു ½ mv². K ഡിനോട്ട് ചെയ്യുന്നത് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയെയും M മാസ്, V വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും K ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി. വെലോസിറ്റിയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഗതികോർജം കൂടണമെങ്കിൽ എന്താണ്? മാസ് കൂടിയാൽ ഗതികോർജം കൂടും, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കൂടിയാലും ഗതികോർജം കൂടും. മുൻ വർഷങ്ങളിൽ PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വസ്തുവിൻ്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ഇരട്ടിയായാൽ കൈനറ്റിക് എനർജി എത്ര മടങ്ങ് കൂടുമെന്ന്. അത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് സിമ്പിളായിട്ട് പഠിക്കാം. വെലോസിറ്റി ഇരട്ടിയാവുന്ന പറഞ്ഞേക്കണം. അപ്പോൾ V എന്ന് പറയുന്നത് 2VI. അപ്പോൾ ഇക്വേഷനിൽ എന്ത് വരും? ½ m². 2v² എന്ന് പറയുമ്പോൾ 4v² വന്നു. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര മടങ്ങ് കൂടി? 4 മടങ്ങ് കൂടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി 4 മടങ്ങ് വർദ്ധിക്കും. അടുത്തതാണ് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥിതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് mgh. M മാസ്, G ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, H ഹൈറ്റ്. എക്സാമ്പിൾ ആണ്, അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ് നമ്മൾ വിട്ടു കഴിയുമ്പോൾ അതൊന്നും വലിയുമല്ലോ.
അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന് എക്സ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അപ്പോൾ അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിലുള്ളത് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അടുത്തത് വളരെ ഉയരത്തിലുള്ള ഒരു ജലം. ആ ജലത്തിലുള്ള ഊർജം എന്ന് പറയുന്നത് സ്ഥിതികോർജമാണ്. അടുത്തത് ഉയരം h കൂടുന്നതനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? mgh. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ് ആണ്. അപ്പോൾ ഉയരം കൂടിയാൽ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയാൽ എന്തായാലും സ്ഥിതികോർജം കൂടും. അടുത്തത് ലംബമായ ഒരു വസ്തു മുകളിലേക്ക് എറിഞ്ഞാൽ ഗതികോർജം കുറയുകയും സ്ഥിതികോർജം കൂടുകയും ചെയ്യും. സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ എന്താണ്? mgh. അപ്പോൾ മുകളിലേക്ക് എറിയുമ്പോൾ ഹൈറ്റ് കൂടുന്നു, അപ്പോൾ സ്ഥിതികോർജം കൂടും. എന്നാൽ ഗതികോർജം അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ലംബമായ ഒരു വസ്തു മുകളിലേക്ക് എറിഞ്ഞാൽ ഗതികോർജം കുറയും. അടുത്തത് ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്നരൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഇക്വേഷൻ ആണ് E=mc². അന്താരാഷ്ട്ര ഊർജതന്ത്ര വർഷം അല്ലെങ്കിൽ ഫിസിക്സ് ഇയർ എന്ന് പറയുന്നത് 2005 ആണ്. 2005 ഫിസിക്സ് ഇയർ. അടുത്ത നമുക്ക് ഊർജ സംരക്ഷണ നിയമം എന്താണെന്ന് നോക്കാം. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. എന്നാൽ നഷ്ടം കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധ്യമാണ്. ഇതാണ് ഊർജ സംരക്ഷണ നിയമം, കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് ഊർജ സംരക്ഷണ നിയമം? ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. എന്നാൽ നഷ്ടം കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധ്യമാണ്. എല്ലാ ഊർജത്തിന്റെയും ഉറവിടം സൂര്യനാണ്. മുൻ വർഷത്തിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എല്ലാ ഊർജത്തിന്റെയും ഉറവിടം സൂര്യനാണ്. ഊർജ സ്രോതസ്സുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പുനഃസ്ഥാപിക്കാനാവുന്ന ഊർജ സ്രോതസ്സുകളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളും. പുനഃസ്ഥാപിക്കാനാവുന്ന ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, ജലം, കാറ്റ്, തിരമാലകൾ, ബയോഗ്യാസ്. ഇമ്പോർട്ടൻ്റ് ആട്ടോ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. അടുത്ത നമുക്ക് ഉപകരണവും അതിൽ നടക്കുന്ന ഊർജ പരിവർത്തനവും പഠിക്കാം. ഇതും PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റത്തെ ഡൈനാമോ. ഡൈനാമോയിൽ എന്താണ് സംഭവിക്കുന്നത്? യാന്ത്രികോർജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയെ വൈദ്യുതോർജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയേക്ക് മാറ്റുന്നു. ഡൈനാമോയിൽ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. വൈദ്യുത ജനറേറ്ററിലും യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറ്റുന്നു. വൈദ്യുത മോട്ടറിൽ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ജനറേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. വൈദ്യുത മോട്ടറിൽ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ഫാനിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. എന്താണ് ഫാനിൽ? നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൈദ്യുതി അപ്ലൈ ചെയ്യുമ്പോൾ ഫാൻ കറങ്ങുന്നു. കറങ്ങുക എന്ന് പറയുന്നത് യാന്ത്രികോർജമാണ്. അപ്പോൾ ഫാനിൽ വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ഇസ്തിരിപ്പെട്ടി അല്ലെങ്കിൽ അയൺ ബോക്സിൽ വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. വൈദ്യുതി കൊടുക്കുമ്പോൾ അയൺ ബോക്സ് ചൂടാവുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. വൈദ്യുത ബൾബിൽ നടക്കുന്നത് എന്താണ്? വൈദ്യുതോർജം പ്രകാശോർജം അല്ലെങ്കിൽ പ്രകാശോർജവുമായി മാറുന്നുണ്ട്. കൂടാതെ ബൾബ് ഒത്തിരി സമയം കത്തി നിന്നാൽ അതിനകത്ത് താപോർജവും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വൈദ്യുത ബൾബിൽ രണ്ട് പരിവർത്തനമുണ്ട്. വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നുണ്ട്. ഇനി ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശബ്ദം കുറച്ചും കൂടി ലൗഡായിട്ട് അല്ലെങ്കിൽ ഉച്ചത്തിൽ കേൾക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയുള്ള ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ശബ്ദോർജം തന്നെയായിരിക്കും. അപ്പോൾ ഊർജ്ജ പരിവർത്തനം എന്തായിരിക്കും? വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്നു. കത്തുന്ന മെഴുകുതിരി. കത്തുന്ന മെഴുകുതിരിയിലെ ഊർജ്ജ പരിവർത്തനം എന്താണ്? എല്ലാവർക്കും അറിയാം. രാസോർജം പ്രകാശോർജം താപോർജവുമായി മാറുന്നു. കത്തുന്ന മെഴുകുതിരിയിൽ രാസോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. ആവിയന്ത്രത്തിൽ താപോർജം യാന്ത്രികോർജമായി മാറുന്നു. ആവിയന്ത്രത്തിൽ താപോർജം യാന്ത്രികോർജമായി മാറുന്നു. അടുത്തത് ഇലക്ട്രിക് ഹീറ്റർ. നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഊർജ്ജ പരിവർത്തനം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇലക്ട്രിക് ഹീറ്റർ ഉപയോഗിക്കുന്നതിന് വൈദ്യുതി വേണം. അപ്പോൾ വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു.
അടുത്ത സോളാർ സെൽ. സോളാർ സെല്ലിൽ പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. സോളാർ സെല്ലിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? സൂര്യപ്രകാശം ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അടുത്തത് ഇലക്ട്രിക് ബെല്ല്. ഇലക്ട്രിക് ബെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. നമുക്ക് പവർ പഠിക്കാം. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. എന്താണ് പവർ? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം അല്ലെങ്കിൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം. വർക്കിൻ്റെയാണ് W അവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, W ബൈ ടൈം. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ ആണ്. അത് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. അടുത്തത് ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 വാട്ടാണ്. ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 വാട്ടാണ്. നമുക്ക് മനസ്സിലാവും പവറിൻ്റെ യൂണിറ്റ് പ്രവൃത്തി ബൈ സമയം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ 1 ജൂൾ പെർ സെക്കൻഡ് ഈക്വൽ ടു 1 വാട്ട്. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ.